മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധർമ്മപുത്രര് ഭീഷ്മരോട് ധർമ്മത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ധർമ്മം? അതിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ധർമ്മത്തെ സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള ധാർമ്മിക മൂല്യം എന്ത്? ശരിക്ക് ഭീഷ്മര് മറുപടി കൊടുത്തത് ധർമ്മോ രക്ഷതി രക്ഷിതഃ ധർമ്മമേവ ഹതോ ഹന്തി. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ, ആരാണോ ധർമ്മത്തെ രക്ഷിക്കുന്നത് അവനെ ധർമ്മം രക്ഷിക്കും. ആരാണോ ധർമ്മത്തെ നശിപ്പിക്കുന്നത് അവനെ ധർമ്മം നശിപ്പിക്കും. ധർമ്മോ രക്ഷതി രക്ഷിതഃ ധർമ്മമേവ ഹതോ ഹന്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഓരോ വ്യക്തിക്കും അവനവൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട്. ധർമ്മം എന്നുള്ളതിന് ഇംഗ്ലീഷില് ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ഒരു വ്യക്തിയുടെ ഡ്യൂട്ടി, ആ വ്യക്തിയുടെ കർത്തവ്യം, റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം, പ്രിവിലേജ് അവകാശം. അമ്മയുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും പ്രിവിലേജും ചേർത്താൽ മാതൃധർമ്മമായി, അമ്മയുടെ ധർമ്മമായി. പിതാവിന് അച്ഛനും അതുപോലെയുള്ള ധർമ്മമുണ്ട്. മകനും മകൾക്കും അതുപോലെയുള്ള ധർമ്മമുണ്ട്. എല്ലാവരുടെയും ധർമ്മം ഒരുമിച്ച് ചേർത്താൽ ആചാര്യന്റെയും രാജാവിൻ്റെയും മന്ത്രിയുടെയും പൗരന്റെയും കുടുംബത്തിനകത്തും പുറത്തുമുള്ള വ്യക്തികളുടെ ധർമ്മം, വ്യക്തികളുടെ ഔദ്യോഗിക ധർമ്മം, വ്യക്തികളുടെ കുടുംബധർമ്മം, വ്യക്തികളുമായി ബന്ധപ്പെട്ട രാഷ്ട്രധർമ്മം. അപ്പോൾ വ്യക്തിധർമ്മം, ഔദ്യോഗിക ധർമ്മം, കുടുംബധർമ്മം, രാഷ്ട്രധർമ്മം, ഈ ധർമ്മം എല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ അതിനെ നമ്മൾ സനാതനധർമ്മം എന്ന് പറയും. ആ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം, അതുപോലെ കടമ, അവകാശം, ഇത് ആചാരരൂപത്തിലാണ് സാധാരണ അനുഷ്ഠിക്കാറുള്ളത്. അമ്മയുടെ ആചാരം എല്ലാം ചേർത്താൽ അമ്മയുടെ ധർമ്മമായി. അങ്ങനെ ധാരയതി ഇതി ധർമ്മ, ധാരയതി ഇതി ധർമ്മ, ധാരണാത് ധർമ്മ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്ക് മാർഗദർശകമായിട്ട് വരുന്നത്, അയാൾക്ക് ഉപദേശമായിട്ട് ലഭിക്കുന്നത്, അയാൾക്ക് നിർദ്ദേശമായിട്ട് ലഭിക്കുന്നത്, അയാൾക്ക് ലക്ഷ്യമായിട്ട് വെച്ച് മുമ്പോട്ട് പോകാനായിട്ട് ലഭിക്കുന്നത്, ഇംഗ്ലീഷിൽ ദ വൺ വിച്ച് ഈസ് ഡയറക്റ്റിംഗ് യു, ഗൈഡിങ് യു, മോട്ടിവേറ്റിംഗ് യു, അപ്രീഷിയേറ്റിംഗ് യു ആൻഡ് എൻകറേജിങ് യു, ഷോയിങ് യു ദ പാത്വേ, അതിനെയാണ് യഥാർത്ഥത്തിൽ ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പൊ ധർമ്മരാഷ്ട്രം എന്ന് പറഞ്ഞാൽ സ്വന്തം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു നിന്നുള്ള ഇൻസ്ട്രക്ഷനും ഡയറക്ഷനും ഗൈഡൻസും ഭയവും ഫിയർ ക്രിയേഷൻ ആയിട്ടുള്ള ഒന്നുമില്ലാതെ വ്യക്തികൾ സ്വന്തം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിനാണ് ശരിക്കും ധർമ്മരാഷ്ട്രം എന്ന് പറയാം. ധർമ്മരാഷ്ട്രത്തിന്റെ ഡെഫിനിഷൻ രാജ്യം. രാജ്യത്തിന് അതിർത്തികൾ വേണ്ട. കാരണം വ്യക്തികൾക്കറിയാം ഏതാണ് അതിർത്തി, എവിടെയാണ് അതിർത്തി ലംഘിക്കാൻ പാടില്ലാത്തതെന്ന് വ്യക്തികൾക്ക് തന്നെ അറിയാം. ഇനി പട്ടാളക്കാരുടെയോ പോലീസുകാരുടെയോ ആവശ്യമില്ല. ന രാജ്യം ന രാജാ ആസീത്. ഒരു ഭരണാധികാരിയുടെ ആവശ്യമില്ല. ഭരണാധികാരി ഉണ്ടായിരിക്കാം, പക്ഷെ ജനങ്ങൾ അവരവരുടെ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ ഒരു ഭരണാധികാരി ഉള്ളതും ഇല്ലാത്തതും
ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതകളുള്ള കാര്യമല്ല. ഭരണാധികാരി വേണ്ട എന്നല്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർ നിയമം അനുസരിച്ചിട്ടായിരിക്കും ജീവിക്കുന്നത് എന്നർത്ഥത്തിലാണ്. ന രാജ ആസീത് ന ദണ്ഡ്യോ, ശിക്ഷ സ്വീകരിക്കേണ്ടവരോ എന്ന് വെച്ചാൽ ദണ്ഡിനഹ, ശിക്ഷിക്കപ്പെടേണ്ടവരോ ശിക്ഷ കൊടുക്കേണ്ടവരോ ഇല്ല. ധർമ്മേണ ഏവ പ്രജാ സർവേ, സർവേ പ്രജാ കേവലം ധർമ്മേണ ഏവ രക്ഷന്തി. രക്ഷന്തി എന്നുള്ള വാക്കാണ്. പ്രജകളെല്ലാം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സംരക്ഷിക്കുന്നു, നിലനിൽക്കുന്നു എന്നല്ല, ശിക്ഷിക്കുന്നു എന്നല്ല, മറിച്ച് പരസ്പരം രക്ഷിക്കുന്നു. പോസിറ്റീവ് വാക്കാണത്. ധർമ്മേണ ഏവ പ്രജാഹ സർവേ രക്ഷന്തി സ്മ പരസ്പരം. പരസ്പരം പ്രജകള് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം രക്ഷിക്കുന്നു. അപ്പൊ ഇവിടെയാണ് ഈ ധർമ്മം, തിയറട്ടിക്കൽ ധർമ്മം, ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. അപ്ലൈഡ് ധർമ്മം അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ധർമ്മം. അപ്പൊ നമ്മളെല്ലാവരും നമ്മളുടെ ധർമ്മം അനുഷ്ഠിച്ചു എന്ന് വിചാരിക്കാം. ഓരോ കാര്യത്തിലും നമുക്ക് ധർമ്മമുണ്ട്. പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യത്തിൽ, ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതുമായ കാര്യത്തിൽ, പെരുമാറുന്നതും പെരുമാറിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യത്തിൽ, നമ്മളുടേതായിട്ടുള്ള വീക്ഷണം നിലനിർത്തുന്ന കാര്യത്തിൽ, എല്ലാത്തിലും ധർമ്മമുണ്ട്. ആ വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടെ ധർമ്മമുണ്ട്. അതുപോലെ അച്ഛനും അമ്മയ്ക്കും പൗരനും ആചാര്യനും സ്ത്രീക്കും പുരുഷനും മകൾക്കും മകനും ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാവർക്കും ധർമ്മമുണ്ട്. അത് ഇതിനകത്ത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും പെടുന്നു, നിയമങ്ങളും പെടുന്നു, എല്ലാം പെടുന്നു. ധർമ്മം വയലേറ്റ് ചെയ്യാതെ ജീവിക്കുന്ന അവസ്ഥയാണ് ധർമ്മരാജ്യം എന്ന് പറയുന്നത്. ഭാരതം ഒരു തരത്തിൽ ധർമ്മരാജ്യമാണ്. എന്തെല്ലാം തിന്മകൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴും അതിനെല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട് ഭാരതം ധന്യമായിട്ട് നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മാത്രമല്ല. 127 കോടി ജനതയുള്ള ഭാരതത്തിൽ 127 കോടി ജനതയ്ക്കും അല്ലെങ്കിൽ 10, 25, 30, 40, 50 കോടി വീടുകൾക്ക്, 50 കോടി വീടുകൾക്ക് അല്ലെങ്കിൽ 40 കോടി വീടുകൾക്ക് ഓരോ സ്ഥലത്തും പോലീസിനെയോ പട്ടാളത്തെയോ നിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ധർമ്മം വ്യതിചലിക്കുമ്പോഴാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നത്. പത്രമാധ്യമങ്ങൾക്കുള്ള ധർമ്മം, അതുപോലെ മീഡിയകൾക്കുള്ള ധർമ്മം, ഇലക്ട്രോണിക് മീഡിയകൾക്കുള്ള ധർമ്മം, രാഷ്ട്രീയക്കാർക്കുള്ള ധർമ്മം, ബുദ്ധിജീവികൾക്കുള്ള ധർമ്മം, അധ്യാപകർക്കുള്ള ധർമ്മം, സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളവർക്കുള്ള ധർമ്മം, അതെല്ലാം ചിലത് റിട്ടേൺ ആണ്, ചിലത് കീഴ്വഴക്കങ്ങളാണ്. ഈ ധർമ്മത്തെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ മൂല്യം എന്ന് പറയാം. ആ ധർമ്മം വയലേറ്റ് ചെയ്യുമ്പോഴാണ് രാഷ്ട്രത്തിലും സംസ്കാരത്തിലും സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തികളുടെ മനസ്സിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ധർമ്മമനുസരിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. പ്രണാമം. നമസ്കാരം.